ഫസ്മിന സാക്കിർ അങ്ങനെ ഡയറി ട്രൂത്ത് റിവീലിംഗ് വീഡിയോ പോസ്റ്റ് ചെയ്തു ഇന്നലെ. ഇന്നലെ ഞാൻ ട്രാവൽ ചെയ്യുന്നത് കൊണ്ട് എനിക്ക് കംപ്ലീറ്റ് ആ 57 മിനിറ്റ് കാണാൻ പറ്റിയില്ല. ഇന്ന് രാവിലെയാണ് ഞാൻ ആ 57 മിനിറ്റ് കണ്ടു തീർത്തത്. ഞാൻ ഫസ്മിനയുടെ വീഡിയോ കാണുമ്പോഴത്തേക്കും അനന്തുവിൻ്റെ വീഡിയോ അപ്ലോഡ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ എനിക്ക് ആ 2 വീഡിയോയും കണ്ടിട്ട് എൻ്റെ പേഴ്സ്പെക്റ്റീവ് എനിക്ക് പറയാൻ പറ്റും. ഈ ഒരു വിഷയം സംസാരിച്ച് തുടങ്ങുമ്പോൾ ആസ് യൂഷ്വൽ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ ഇതൊരു വളരെ റെലവൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കല്ല, ഭയങ്കര അപരാധം പിടിച്ചൊരു സ്റ്റോറി ലൈനാണ്. ഈ യൂണിവേഴ്സിൻ്റെ അകത്തേക്ക് കടന്നു കഴിഞ്ഞാൽ, ഈ ലൂപ്പിൽ പെട്ട് കഴിഞ്ഞാൽ പിന്നെ പുറത്തോട്ട് പോകാൻ വളരെ വലിയ പാടാണ്. ബ്രഹ്മയുഗം പോലത്തെ ഒരു ഐറ്റമാണിത്. സോ ഞങ്ങൾക്കൊക്കെ അതൊരു അരിപ്രശ്നം അല്ലെങ്കിൽ ഈ പറഞ്ഞ അരിയാണ് വിഷയം എന്നുള്ള രീതിക്ക് മാത്രം ചെയ്തു പോകുന്നൊരു ഐറ്റമാണ്. വെരി പേഴ്സണലായിട്ട് ആരും എടുത്ത് ചെയ്യുന്നതൊന്നുമല്ല. ബട്ട് സ്റ്റിൽ ഇതിൽ നിന്ന് നിങ്ങൾ പ്രേക്ഷകർക്ക് എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ കിട്ടേണ്ടത് പേഴ്സണലായിട്ടിരിക്കേണ്ട കാര്യങ്ങൾ പേഴ്സണലായിട്ട് തന്നെ വെക്കുക. പബ്ലിക്കിലേക്ക് എടുത്ത് കൊണ്ടുവന്നിട്ട് സംസാരം തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ പോലും അറിയാത്ത ആളുകൾ നമ്മളെ ഓഡിറ്റ് ചെയ്തതിൻ്റെ ഒക്കെ ഡീറ്റെയിൽസ് എന്ത് ചെയ്യും, പുറത്ത് ഓരോന്നായിട്ട് വരാൻ തുടങ്ങും. പേഴ്സണൽ ലൈഫ് താറുമാറാവും. എസ്പെഷ്യലി കപ്പിൾസ് ആയിട്ടുള്ളവർ, നിങ്ങൾ നല്ല രീതിയിൽ പോകണമെങ്കിൽ അങ്ങനെ പോവുക. നിങ്ങൾ പിരിയുകയാണെന്നുണ്ടെങ്കിൽ ആരെയും അറിയിക്കാതെ പിരിഞ്ഞ് മിണ്ടാതിരിക്കുക. ഇല്ല, ഒരാൾ മറ്റേയാളുടെ പ്രശ്നങ്ങളുമായിട്ട് വരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നമ്മളെ ഓഡിറ്റ് ചെയ്തവൾ നമ്മളെ പ്രശ്നമായിട്ടും വരും. അത് ഫേസ് ചെയ്യാനും കൂടി നമ്മൾ റെഡി ആയിരിക്കണം. അങ്ങനെ എല്ലാവരും നാറും, കുടുംബക്കാരും നാറും, കൂട്ടക്കാരും നാറും, എല്ലാവരും നാറും. അങ്ങനത്തെ നാറി അപരാധം പിടിച്ച കഥകളാണ് ഇപ്പോൾ ഈ വിഷയത്തിനകത്ത് പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. ഫസ്മിനയുടെ വീഡിയോ നമുക്ക് കാണാം. നിങ്ങൾ എൻ്റെ ഒരു കണ്ടകശനി മനസ്സിലാക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്. കണ്ടകശനിയാണ് അല്ല എന്ന് പറയുന്നില്ല. കാരണം ആദ്യം ലല്ലു എന്ന് പറഞ്ഞ ഷിബിലിയെ എക്സ്പോസ് ചെയ്ത് വീഡിയോ ചെയ്ത് തുടങ്ങിയ ഫസ്മിനയ്ക്ക് ഇപ്പോൾ ഒരുപാട് ചോദ്യങ്ങൾ ഫസ്മിനയ്ക്ക് നേരെ വരുമ്പോൾ അത് കണ്ടകശനിയായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് വേറെ ഒന്നും പറയാനില്ല. ശരിക്കും ഉത്തരങ്ങൾ പറയണം, പറയേണ്ട സമയത്ത് പറയേണ്ട കാര്യങ്ങൾ കൃത്യമായി ഡെലിവർ ചെയ്യാൻ പറ്റണം. കാരണം അപ്പുറത്തൊരു സൈഡിൽ ലല്ലുവിൻ്റെ വീഡിയോസ് എങ്ങനെയാണ് എക്സ്പോസിങ് ലല്ലു ബി ഷിബിലി മൈ ഹസ്ബൻഡ് എന്ന് പറഞ്ഞ വീഡിയോസ് ചെയ്തപ്പോൾ അവിടെ ഫസ്മിനെ വെച്ചിട്ടുണ്ടായിരുന്ന ഒരു തരം ക്രെഡിബിലിറ്റി ആൻഡ് അതിൻ്റെ ഒരു പാറ്റേൺ ഉണ്ടായിരുന്നു ആ വീഡിയോയുടെ. മനസ്സിലായോ? അത് കാണുന്നവർക്ക് ഭയങ്കര ഒതൻറ്റിക് ആയിട്ട് തോന്നും. ഇവൻ ഇത്രത്തോളം ചെയ്തിട്ടാണോ ഈ പെൺകുട്ടിയെ പോയെന്നുള്ള രീതിയിലൊക്കെ ആ സംഗതി ഫീൽ ചെയ്ത്. ഞാൻ ഇപ്പോഴും പറയുന്നില്ല ലല്ലു ഒരു നല്ലവനാന്നുള്ളത്. ലല്ലു മഹാമോശമാണ്. മഹാമോശം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അതിനപ്പുറം പറയാനില്ല. ആ രീതിയിൽ ഒരുത്തനാണ് പേഴ്സണൽ ലൈഫിൽ. അങ്ങനത്തെ ഒരുത്തൻ ഇവരുടെ ലൈഫിൽ ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ് ഭയങ്കര വലുതായിരിക്കും. അതും നമ്മൾ മനസ്സിലാക്കണം. പക്ഷെ അതൊക്കെ പറയുമ്പോഴും സംസാരിക്കുമ്പോഴും നമുക്ക് നേരെ വരുന്ന ചോദ്യങ്ങൾ, ഇനി എത്ര വൃത്തികെട്ടവനോ തറപ്പാണ്ടി ആയിക്കോട്ടെ അപ്പുറത്തുള്ള ആൾ, അവൻ എന്തെങ്കിലും ഒരു അലിഗേഷൻ നമുക്കെതിരെ പറയുമ്പോൾ സ്പോട്ടിൽ അത് പൊട്ടിച്ചു കൊടുത്താലേ നമ്മളെ ക്രെഡിബിലിറ്റി മുന്നോട്ട് പോകും. അങ്ങനെ നമുക്ക് കീപ്പപ്പ് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ഒരു വിഷയം ഇതിനകത്ത് കിടക്കുമ്പോൾ അത് ചെയ്യാത്തിടത്തോളം കാലം ഇതൊരു കണ്ടകശനിയായിട്ട് തന്നെ ഫസ്മിനയ്ക്ക് തോന്നും. എസ്പെഷ്യലി അനന്തു അപ്പുറത്തെ സൈഡിൽ നിന്ന് ഓരോ സാധനങ്ങൾ എടുത്ത്, ഇപ്പോൾ ലല്ലു വേഴ്സസ് ഫസ്മിന എന്നുള്ളതിന് മാറിയിട്ട് അനന്തു വേഴ്സസ് ഫസ്മിന എന്നായി. ഇനിയിപ്പോൾ അനന്തുവിന് ഉത്തരം കൊടുക്കേണ്ട ഒരു അവസ്ഥയ്ക്ക് ഫസ്മിന മാറിപ്പോകുന്ന പോലെയാണ് എനിക്ക് പേഴ്സണലി ഫീൽ ആയത്. ഇതിൽ എന്താ പറയുക, കുറേ കാര്യങ്ങളൊക്കെ പറയാനുള്ളത് ക്ലാരിറ്റിയിൽ പറയാത്തതിൻ്റെ വിഷയങ്ങൾ നല്ല രീതിക്കുണ്ട്. തുടക്കം മുതലേ ഫസ്മിനയുടെ വീഡിയോ കണ്ടിട്ട് ഇപ്പോൾ എന്നെ പോലെ തന്നെ ആയിരിക്കും എൻ്റെ വ്യൂവേഴ്സും അല്ലെങ്കിൽ പല വേറെ ചാനലുള്ളവരും. ലല്ലു ഒട്ടും ക്രെഡിബിൾ അല്ലാത്ത ഭയങ്കര എന്താ പറയുക, ഇനി പറയാൻ മാത്രമൊന്നുമില്ല, അത്രയും റിയൽ ലൈഫിൽ ഒരു പരക്കോഴി കൊക്കോഴി ഐറ്റമാണ് എന്നുള്ളത് എക്സ്പോസ് ആയതാണ്. ഇനി ഇവനെ പിടിച്ച് എന്തിനാണ് വീഡിയോയിൽ എക്സ്പോസ് ചെയ്യുന്നത് എന്നുള്ളൊരു സംശയം എനിക്ക് പേഴ്സണലി ഈ വീഡിയോ കണ്ടപ്പോൾ തോന്നി. എന്ത് ആവശ്യത്തിന് സഫ ലല്ലു ആയിട്ടുള്ള ബന്ധം, അതൊക്കെ ഇപ്പോൾ ഈ പുറത്ത് വരുന്നതിന് മുന്നേ ഇപ്പോൾ ഞാൻ പേഴ്സണലി അറിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, ഞാൻ കണ്ടിട്ടുള്ള വീഡിയോസും ഫോട്ടോസും അവിടെ ചാറ്റുകളുണ്ട്. കാരണം ഇവരുടെയൊക്കെ ബന്ധപ്പെട്ട കുറേ ആളുകൾ അയച്ചു തന്നു. ഞാനത് വെച്ച് വീഡിയോ ചെയ്യാൻ നിന്നിട്ടില്ല. അത് 2 മുതിർന്ന ആളുകൾ, അവർക്ക് അവരുടെ പേഴ്സണൽ ലൈഫ്, അവരുടെ ഇഷ്ടം, അവരുടെ താല്പര്യം, വിഷയമുള്ളവർ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി കേസ് കൊടുക്കുക. അപ്പോൾ സഫയ്ക്ക് പേഴ്സണൽ ലൈഫിൽ ഇങ്ങനത്തെ ഒരു ചോയ്സ് ലല്ലുവിനെ എടുത്തു. അതിൽ മെഹനാസിന് പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ മെഹനാസ് പോലീസ് സ്റ്റേഷനിൽ പോവുക. ഓൾറെഡി ഡിവോഴ്സ് കൊടുക്കാതെ ലല്ലു ഇങ്ങനത്തെ എല്ലാ പെണ്ണുങ്ങളെടുത്തും പഴപ്പേട് കാണിച്ച് നടക്കുക എന്നുള്ളത് ഫസ്മിനയ്ക്ക് അറിയുമ്പോൾ ഫസ്മിനി അത് കേസായിട്ട് പോവുക. കാരണം റെഡ് ഹാൻഡഡ്ലി തൂക്കി ചുകന്ന കരങ്ങളോടെയാണെന്നുണ്ടെങ്കിൽ തൂക്കിയിട്ടുണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകും. അല്ലെങ്കിൽ ഡിവോഴ്സ് എടുത്ത് മാറി വേറെ പോകും. അല്ലാതെ അത് പിന്നെയും വെച്ച് അത് ലീക്കാക്കി അതിൻ്റെ ഫോട്ടോ എന്തൊക്കെ ഇതിനിടയിൽ വന്നത്. ഒരുപാട് ഇനിയും പുറത്ത് വരാൻ എന്തൊക്കെ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ കണ്ടാലും കേട്ടാലും ഞെട്ടുന്ന കുറേ സാധനങ്ങളൊക്കെ ഇവരുടെ പേഴ്സണൽ ലൈഫ് ഇവർ പരസ്പരം എടുത്തു വെച്ചിരിക്കുക.
അതൊക്കെ ഓരോ സാഹചര്യത്തിൽ ഇവരുടെ അവസ്ഥ എന്താ അറിയോ? ഇതിലുള്ള ഫസ്മിനെ ആണെങ്കിലും ലല്ലു ആണെങ്കിലും സഫയാണെങ്കിലും ഒക്കെ ഇവരുടെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരിത് വേറൊരാളോട് ഇത് എങ്ങനെയോ ഷെയർ ചെയ്യുന്നുമുണ്ട്, ഈ ഡീറ്റെയിൽസ് കൂടുതൽ ബാക്കിയുള്ളവർക്ക് കിട്ടുന്നുമുണ്ട്. ഇവർ ചിലപ്പോൾ ഇതൊന്നും പുറത്ത് വരണ്ടെന്ന് ആഗ്രഹിച്ചിരിക്കുന്ന ഒരു സമയത്ത് അല്ലെങ്കിൽ ആശ്വസിച്ചിരിക്കുന്ന സമയത്ത് ഈ സാധനങ്ങൾ പുറത്ത് ബാക്കിയുള്ളവരായിട്ട് കൊണ്ടുവന്ന് ഇടണമുണ്ട്. എന്തുവാടെ ഇത്? നിങ്ങൾ എങ്ങനെ മക്കളെ സർവൈവ് ചെയ്യും? എനിക്ക് അറിയാൻ പാടില്ല എങ്ങനെ നിങ്ങൾ ഈ ലോകത്ത് ജീവിച്ച് മുന്നോട്ട് പോകുന്നുള്ളത്. വൺസ് ഇറ്റ് കംസ് ഇൻ സോഷ്യൽ മീഡിയ ഇറ്റ് നെവർ ഗോസ്. ഇതിവിടെ തന്നെ കിടക്കും. അതിൻ്റെ നാണക്കേടും മാനക്കേടും തേച്ചാലും വരച്ചാലും ആയില്ല. നിങ്ങൾ അറ്റ്ലീസ്റ്റ് ആ പേഴ്സണൽ സാധനങ്ങളുണ്ടല്ലോ, ഈ പറയില്ല അങ്ങനത്തെ ഐറ്റങ്ങളൊന്നും തമ്മിൽ വാരി എറിഞ്ഞിടാതിരിക്കും. അത് നിങ്ങളോടുള്ള ഒരു റിക്വസ്റ്റാണ്. ട്യൂസ്ഡേ 16 ഡിസംബർ. ഇത് ബേസിക്കലി ഇത് കട്ട് ഷോട്ട് നിങ്ങളിവിടെ വായിച്ചാൽ മതി. കട്ട് ഷോട്ട് ഞാൻ പറയാം. 500 രൂപ ഇവനെ ഞാൻ കൊടുത്തിട്ടാണ് ഇവൻ തൊടുപുഴ, അതും എൻ്റെ നാട്ടിൽ വന്ന് ലോഡ്ജിൽ താമസിക്കുന്ന ഇവന് ഞാൻ പൈസ കൊടുത്ത് ഇവൻ അവിടെ നിൽക്കുകയാണ്. എന്തിനാണ് അങ്ങനെ നിന്നത്? എന്നോട് ഇഷ്ടമില്ലാത്ത ആൾ, ഞാൻ ചതിച്ചിട്ട് പോയ ആൾ, എന്നോട് സ്നേഹമില്ലാത്ത യുവാവ് എന്തിന് എൻ്റെ നാട്ടിൽ വന്ന് എൻ്റെ ചിലവിൽ നിന്നോടോ നോറി. ഇത് ലല്ലുവിനോട് ഫസ്മിനെ ചോദിക്കുമ്പോൾ ഫസ്മിനെ എന്തിനാണ് ബാംഗ്ലൂർ പോയിട്ട് ലല്ലുവിൻ്റെ അടുത്ത് നിന്നെന്നുള്ളൊരു തിരിച്ചു ചോദ്യം എക്സ്പെക്റ്റ് ചെയ്യണ്ടേ? ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇവരിപ്പോഴും ബന്ധത്തിലുമാണ്. കോളും ചെയ്യും, മെസ്സേജും അയക്കും, വെല്ലുവിളിയും നടത്തും. ഇവരുമായിട്ടുള്ള ആളുകളുമായിട്ടും ഇവർ ബന്ധപ്പെട്ടിരിക്കുകയാണ്. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർ കണക്റ്റഡ് ആണ് ഇതിനകത്ത്. നമ്മളൊക്കെ ഏറ്റവും അറപ്പും വെറുപ്പും ദേഷ്യമുള്ള ആൾക്കാരായിട്ട് പിന്നെ ഒരു വട്ടം തെറ്റിയാൽ തെറ്റി, പിന്നെ അതിന് മുകളിൽ നമ്മൾ പോകാറില്ല. അങ്ങനെയാണ്. പക്ഷെ ഇവരുടെ കാര്യത്തിലൊന്നും അങ്ങനെയല്ല. പിന്നെ ഇവരുടെയൊക്കെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഒക്കെ തമ്മിൽ ഐക്ലൗഡിൻ്റെ പാസ്വേഡ്, ഇൻസ്റ്റാഗ്രാമിൻ്റെ പാസ്വേഡ്, സ്നാപ്പിൻ്റെ പാസ്വേഡ്, ഫോൺ അടിച്ച് മാറ്റിക്കൊണ്ടുപോകൽ. എവിടെ എന്തോന്നടേ ഇത്? എജാതി അധോലോക ടീമുകളാണ്. ഒരു ട്രസ്റ്റും ഇല്ലാതെ ഇവരൊക്കെ എങ്ങനെയാണ് ഒരു സെക്കൻഡ് പോലും ലൈഫിൽ പരസ്പരം ഭാര്യയും ഭർത്താവാണെന്നോ അല്ലെങ്കിൽ ലവേഴ്സാണെന്നൊക്കെ പറഞ്ഞിരിക്കണേ എന്നുള്ളതിനെക്കുറിച്ച് എനിക്കൊരു ഐഡിയ ഇല്ല. ട്രസ്റ്റ് വേണ്ടേ? ഇവർക്ക് ട്രസ്റ്റൊന്നും ഇല്ല. ഇവർ എന്തിൻ്റെ ബേസിസിലാണ് ഇവരൊക്കെ റിലേഷൻഷിപ്പിൽ ആയെന്നുള്ളത് പോലും ഞാൻ അത്ഭുതത്തോടു കൂടി നോക്കിയിട്ടുണ്ട് പല സാഹചര്യത്തിലും. അങ്ങനത്തെ ജീവിതങ്ങൾ ബാക്കിയാണ്. പുതിയതല്ല, ഞാൻ ഒളിച്ചോടിയതല്ല, ഞാൻ വേറെ പോയെങ്കിൽ പിന്നെ എന്തിനാണെങ്കിൽ തിരിച്ചു വന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഓക്കെ, അപ്പോൾ ഇത് എഗെയിൻ ഞാൻ പറഞ്ഞല്ലോ, ഈ കഥകൾ പറഞ്ഞ് വരുന്നത്, അതായത് ഒരാൾ മറ്റേ ആളുടെ അപരാധ കഥ കുൽസിത കഥ പറയുമ്പോൾ ഈ പറയുന്ന വ്യക്തി ഓപ്പോസിറ്റുള്ള ആൾ ചെയ്ത രീതിയിലുള്ള പ്രവൃത്തികൾ ചെയ്യാതിരിക്കാനോ അല്ലെങ്കിൽ അതിലേക്ക് പോവാതിരിക്കാനോ ശ്രമിക്കണം. ഈ വീഡിയോയിൽ ഞാൻ ഓപ്പൺ ആയിട്ടൊരു കാര്യം പറയാം. ഇപ്പോൾ ഫസ്മിന ലല്ലുവിനെ കുറിച്ച് ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് എന്ത് അലിഗേഷനാണ് ലല്ലുവിൻ്റെ മുകളിൽ ഫസ്മിന വെച്ചിട്ടുള്ളത്? എക്സ്ട്രാ മാരിറ്റൽ അഫെയർ. അത് 1-2 ആളുകളായിട്ടില്ല, മൾട്ടിപ്പിൾ ആളുകളായിട്ട്. ഓക്കെ, അതിൻ്റെ റെഡ് ഹാൻഡഡ്ലി പിടിച്ച കുറേ തെളിവുകൾ എന്ന് പറഞ്ഞിട്ടാണ് ഫസ്മിന ലല്ലുവിനെ എക്സ്പോസ് ചെയ്ത് വിടുന്നത്. ഈ സാഹചര്യത്തിൽ ആ ഡയറി പുറത്തോട്ട് വരുന്നു, ആ ചേച്ചിയിട്ട റീലിൽ അതിൽ കുറേ ചോദ്യങ്ങൾ വരുന്നു. അതിനകത്ത് കിടക്കുന്നതും ലഹരിയും ബാക്കിയുള്ള സാധനങ്ങളേക്കാൾ കൂടുതൽ ജെ എന്ന് പറഞ്ഞ പേരിൽ ഒരു വ്യക്തിയുമായിട്ടുള്ള ഫസ്മിനയുടെ റിലേഷൻ്റെ കാര്യങ്ങളാണ് അവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത്. ആൻഡ് ബൈ ദ വേ ഇവർ ലീഗലി ഡിവോഴ്സ്ഡും അല്ല. സ്റ്റിൽ ഫസ്മിന ഇവൻ്റെ ഭാര്യയാണ്, അവൻ ഫസ്മിനയുടെ ഭർത്താവാണ്. ലല്ലു ഫസ്മിന ഇപ്പോഴും നിയമപരമായിട്ട് വേർപിരിഞ്ഞിട്ടുമില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ എന്നെ ചീറ്റ് ചെയ്ത് ഭർത്താവ് വേറെ സ്ത്രീകളുടെ കൂടെ പോയി എന്നുള്ള അലിഗേഷൻ പറഞ്ഞ് എക്സ്പോസ് ചെയ്ത് അവൻ്റെ നാറിത്തരം ലോകത്തിനോട് കാണിച്ചു കൊടുക്കുമ്പോൾ യു ഷുഡ് ഹാവ് മേക്ക് ഷുവർ ആ ബന്ധം കഴിഞ്ഞ് അതിൽ നിന്ന് മാറി അവനെ കംപ്ലീറ്റ് ലൈഫിൽ നിന്ന് ഒഴിവാക്കിയതിന് ശേഷം മാത്രമേ ഞാൻ ഇനിയൊരു ബന്ധം ചൂസ് ചെയ്യൂ എന്നുള്ളത്. അത് ഫസ്മിന ചെയ്യേണ്ട കാര്യമായിരുന്നു. അല്ലാതെ ഫസ്മിന വന്നിട്ട് ഞാൻ ലല്ലുവിനെ പോലെയല്ല, എനിക്ക് മൾട്ടിപ്പിൾ റിലേഷൻസ് ഇല്ല, എനിക്ക് ഒറ്റ റിലേഷനേ ഉള്ളൂ, ബട്ട് സ്റ്റിൽ നിങ്ങൾ വേറെ ആളുടെ ഭാര്യയാണ്. മനസ്സിലായോ? നിങ്ങൾ ആ റിലേഷനകത്താണ് ഇരിക്കുന്നത്. നിങ്ങൾ ഓപ്പോസിറ്റുള്ള ആളെ അലിഗേഷൻ ഉന്നയിക്കുന്നത് എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ആണ്. നിങ്ങൾ വേറെ ആളുടെ ഭാര്യയായിട്ട് ഇരിക്കുമ്പോൾ, നിങ്ങൾ വേറെ റിലേഷനിൽ പോകുമ്പോൾ യു ആർ ഓൾസോ ഡൂയിങ് ദ സെയിം തിങ് എന്നുള്ളത് പബ്ലിക് ഓഡിറ്റിൽ അങ്ങനെ വരൂ എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾക്ക് ബോധം ബുദ്ധിയൊന്നുമില്ലേ? എന്തുവാണ് ഇത്? അല്ലെങ്കിൽ പിന്നെ ഇത് ഒരു അലിഗേഷൻ മാത്രമാണ്, എനിക്ക് അങ്ങനെ ഒരു അഫെയർ ഇല്ല എന്നുള്ളത് പക്ക പ്രൂഫ് വെച്ച് പറഞ്ഞ് തെളിയിക്കാൻ പറ്റണമായിരുന്നു. അത് ഫസ്മിനെ കൊണ്ട് പറ്റിയിട്ടുമില്ല. 16 ഡിസംബർ അടുത്ത ചാറ്റ്. ഓക്കെ, ഐ സെൻഡ് ഹിം എ ഡാൻസ് വീഡിയോ. അതായത് ഞാൻ ഇൻസ്റ്റയിൽ ഒരു ഡാൻസ് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. മുൻപേവാന്ന് തോന്നുന്നു. മുൻപേവായിലൊരു നൈറ്റ് ഒരു ഷാഡോ ഡാൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഈസ് ലൈക്ക്, ഡാൻസ് കളിക്കുന്നത് എനിക്കിഷ്ടമല്ല. ഒരു ഹസ്ബൻഡ് മാത്രം മാറിയാൽ പോരാ, വൈഫ് കൂടെ മനസ്സിലാക്കണം. ഹസ്ബൻഡ് മാറേണ്ട എന്താണെന്ന് വെച്ചാൽ
ഞാൻ ഹസ്ബൻഡിനോട് ഡാൻസ് കളിക്കരുതെന്നോ അല്ലെങ്കിൽ ബ്രോട്ടി കിടന്ന് തുള്ളിയാലും പ്രശ്നമില്ല ഹസ്ബൻഡ്. പക്ഷെ ഹസ്ബൻഡിനോട് ഞാൻ ആകെ പറഞ്ഞ കാര്യം എന്താന്ന് വെച്ചാൽ വേറെ പെൺപിള്ളേരുടെ കൂടെ പോകാണ്ടിരിക്കുക. ഇതാണ് ഞാൻ പറഞ്ഞത്, വേറെ പെൺപിള്ളേരുടെ കൂടെ പോവാതിരിക്കുക, വേറെ അഫെയറിലേക്ക് പോവാതിരിക്കുക എന്ന് പറയുമ്പോൾ മേ ബി ഫസ്മിനയ്ക്ക് പറയാം അവൻ അങ്ങനെ പോയത് കൊണ്ട് ഞാൻ ഇപ്പുറത്തൊരാളെ ചൂസ് ചെയ്തു. എഗെയിൻ ആ ചൂസ് ചെയ്യുന്ന സമയം നിങ്ങൾ ലീഗലി വേർപിരിഞ്ഞതിന് ശേഷമാണെങ്കിൽ ഇത്രത്തോളം കോൺട്രവേഴ്സിയോ അലിഗേഷൻസോ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസോ നിങ്ങളുടെ പേരിൽ വരില്ല. ഓക്കെ, പക്ഷേ ഇതിനകത്ത് ഇപ്പോൾ അനന്തു ചെയ്ത വീഡിയോനകത്ത് നിങ്ങളുടെ ഈ ജെ എന്ന് പറഞ്ഞ വ്യക്തിയായിട്ടുള്ള റിലേഷൻഷിപ്പ് തുടങ്ങുന്നതിന് ഒരു ഒക്ടോബർ നവംബറിലാന്നുള്ള രീതിക്ക് വരുമ്പോൾ നിങ്ങൾ ഈ വീഡിയോ ബാക്കിയുള്ള വീഡിയോ ഇട്ട സമയത്തും ലല്ലുവിനെയായിട്ട് ബാംഗ്ലൂരും അവിടെ ഇവിടെയും പോയി രണ്ടാമത് കണ്ട് സംസാരിച്ച സമയങ്ങളിലും നിങ്ങൾ ഈ ജെ പറഞ്ഞ വ്യക്തിയായിട്ട് റിലേഷനിലല്ലേ എന്നുള്ളൊരു ചോദ്യം ബാക്കി കിടക്കുകയാണ്. അങ്ങനെ എന്താ പറയുക, പ്രത്യക്ഷത്തിൽ വീഡിയോ കാണുന്ന ഇപ്പോൾ ഫസ്മിനയുടെ വീഡിയോ കണ്ടു, ക്ലാരിറ്റി ഇല്ല. ടു ബി ഹോണസ്റ്റ് ആ ലഹരിയുടെ വിഷയത്തിലും അതിലും ഇതിലൊക്കെയാണ് പിന്നെയും ക്ലാരിറ്റി ഉള്ളത്. ഓക്കെ, ഈ പറഞ്ഞ റിലേഷൻഷിപ്പിൻ്റെ വിഷയത്തിൽ ഓക്കെ നല്ലതാണ്, ഇപ്പോൾ എന്തെങ്കിലും റിലേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പേഴ്സണലി വെക്കുക, അത് പബ്ലിക് ആക്കാൻ താല്പര്യമില്ല എന്ന് പറയുന്നതൊക്കെ ഫൈൻ. പക്ഷെ അവിടെ എവിടെയും എനിക്കൊരു റിലേഷനും ഇല്ല, നോ ഐ ഡോണ്ട് ഹാവ് എ റിലേഷൻ എന്ന് പറയാനുള്ള സ്പേസ് ഫസ്മിനയ്ക്കില്ല. അങ്ങനെ ഫസ്മിന ചെയ്തിട്ടില്ല. അപ്പുറത്ത് അനന്തുവിൻ്റെ വീഡിയോനകത്ത് ഈ പറഞ്ഞുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഫസ്മിനയ്ക്ക് ഈ അലിഗേഷനെതിരെ സംസാരിക്കാൻ പറ്റുമോ എന്നുള്ളത് ഇനി അടുത്ത ചോദ്യം അതായിരിക്കും. ഡയറിയെക്കുറിച്ച് നീ പറഞ്ഞു, ക്ലാരിറ്റി ഇല്ല. അനന്ത് പറഞ്ഞതിന് നിനക്ക് എന്താണ് ക്ലാരിറ്റി കൊടുക്കാനുള്ളത്? ഇനിയിപ്പോൾ ആ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ വേണ്ടിയിട്ടാവും ഫസ്മിന നടക്കേണ്ടത്. അതിൻ്റെ ചോദ്യങ്ങളായിരിക്കും ഇനി വ്യൂവർഷിപ്പ് ഫസ്മിനയോട് ചോദിക്കുന്നത്. അപ്പോൾ അവിടെയാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് റിലേഷൻഷിപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഉണ്ടെങ്കിൽ ഉണ്ട്, ആരൊപ്പം എന്നുള്ളത് പറയാൻ താല്പര്യമില്ല, അത് നിങ്ങൾ അങ്ങനെ തന്നെ പറഞ്ഞു. ഓക്കെ, നിങ്ങൾക്ക് പറയാൻ താല്പര്യമില്ല, പേഴ്സണലാണ്. പക്ഷെ അറ്റ്ലീസ്റ്റ് ക്ലിയർ ആ ജെ. പക്ഷെ ആ ജെ നിങ്ങൾ ക്ലിയർ ചെയ്യുമ്പോഴും അത് ഒരു ലൂപ്പ് ഹോളും വെക്കാൻ പാടില്ല. അതല്ലാന്നുണ്ടെങ്കിൽ പിന്നെ അതല്ല, കട്ട് ആൻഡ് റൈറ്റ് ആയിട്ടല്ല. ഇനി ഇതിൻ്റെ മുകളിൽ എന്തും വരാൻ ചാൻസ് ഇല്ലയെന്ന് ഉറപ്പ് വേണം പേഴ്സണൽ ലൈഫിൽ. പക്ഷെ ഇതല്ലല്ലോ സംഭവിച്ചത്. കുറേ ഫോട്ടോസ് വരുന്നു, കുറേ സ്റ്റാറ്റസ് ഇട്ട സാധനങ്ങൾ വരുന്നു, അതും പേഴ്സണൽ സർക്കിളിൽ പ്രൈവറ്റ് ആയിട്ടുള്ള ഫോട്ടോസ്. ഇതെങ്ങനെ പോകുന്നു? ആരെ ചെയ്യുന്നു പോകുന്നു? അപ്പം അങ്ങനെ സാധനം ഉള്ളതുകൊണ്ടാണല്ലോ പോകുന്നത്. അതിന് ഉത്തരം എന്ത് കൊടുക്കാൻ പറ്റും? പറയുന്നത് ഡിസംബർ വരെ ആരുടെയും കൂടെ പോയിട്ടില്ല എന്നാണ്. എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം ഡിസംബർ കഴിഞ്ഞ് ആരുടെയെങ്കിലും കൂടെ പോയി എന്നുള്ളതല്ലേ? ഡിസംബർ കഴിഞ്ഞിട്ട് ജാനുവരി 1 തൊട്ട് ആരുടെ കൂടെ പോയെന്ന് നിനക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഇനിയാണ് നമ്മുടെ ജയയെ പറ്റി പറയുന്നത്. ജലൻ മോനെ, എടാ സോറി, ഐ ആം ദി സോറി. നിന്നെ ഇതിനകത്തോട്ട് വലിച്ചിടാൻ എനിക്ക് യാതൊരു തരത്തിലുള്ള ആഗ്രഹവും ഇല്ല. പക്ഷെ എവിടെ ഈ കള്ളത്തരം കാണുമ്പം പൊന്നുമോനെ നിന്നെ ഇതിനകത്തോട്ട് ഉൾപ്പെടുത്താതിരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് നീ എവിടെ കസ്റ്റഡിയിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടോ അതായിരിക്കും നിനക്ക് നിന്റെ ജീവിതത്തിൽ സംഭവിക്കാവുന്ന ഏറ്റവും നല്ല കാര്യം. എവിടെ കൂടെ നടന്നു കഴിഞ്ഞാൽ നിന്റെ ജീവിതം കോഞ്ഞാട്ടയായി പോകും, അത് 100% ഉറപ്പാണ്. ഇനി നമുക്ക് ഒരു കഥ പറയാം. ഇവള് ഈ ഒരു വീഡിയോയ്ക്കകത്ത് ഒരു ഡാൻസ് വീഡിയോയെ പറ്റി സംസാരിക്കുന്നുണ്ട്. ലല്ലുവിന് ഇവൾ ഒരു ഡാൻസ് വീഡിയോ അയച്ചു കൊടുത്തു. അപ്പം അതൊന്നും അവൻ ഇഷ്ടമല്ല എന്ന് പറയുന്ന എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു ലല്ലുവിന് വേണ്ടിയിട്ടായിരിക്കണം ആ ഡാൻസ് കളിച്ചിട്ട് അവൾ അയച്ചു കൊടുക്കുന്നത്. POV യു ഫെൽ ഇൻ ലവ് അഗെയിൻ. ഇതാണ് ആ ഒരു വീഡിയോ. ഇതിന്റെ അടിയിൽ എഴുതി വെച്ചേക്കുന്നത് ഹി വോണ്ട് മീ ടു ഡാൻസ് സോ ഹിയർ വി ഗോ എന്നും പറഞ്ഞിട്ടാണ് പുള്ളിക്കാരത്തി ആ ഒരു വീഡിയോ ആണ് അത് പോസ്റ്റ് ചെയ്തേക്കുന്നത്. ഇതിന്റെ അടിയിൽ വന്ന ഒരു കമന്റ് ഞാൻ വെക്കാം. അവിടെ ഇതാണ്ട് കമന്റ്. ജലൻ ഒരു കരയുന്ന സംഭവം ഇട്ടപ്പോഴത്തേക്ക് അതിന്റെ അടിയിൽ മൈൻ എന്നും പറഞ്ഞിട്ട് നമ്മുടെ ഇത്തത്ത വന്നിട്ട് കമന്റ് അടിച്ചേക്കാടെ മൈൻ എന്നും പറഞ്ഞിട്ട് ഹി വോണ്ട് മീ ടു ഡാൻസ് എന്നും പറഞ്ഞിട്ടിട്ട് അങ്ങനെ ഒരു സാധനം ഇട്ടപ്പോൾ മൈൻ എന്നും പറഞ്ഞൊരു ഹാർട്ട് ഒക്കെ കൊടുത്ത് വന്ന് കമന്റ് ഇടണമെങ്കിൽ ചില്ലറ. അപ്പൊ നിങ്ങൾ തമ്മിൽ ഫ്രണ്ട്ഷിപ്പ് മാത്രമാണോ ഉള്ളത്? ഇതൊന്നും നിങ്ങൾ തമ്മിൽ ഒരു ബന്ധമുണ്ട് എന്ന് സ്ഥാപിക്കാനുള്ള പ്രൂഫ് ഒന്നും അല്ലെന്ന് എനിക്കറിയാം. കഴിഞ്ഞില്ല, തുടങ്ങിയിട്ടേ ഉള്ളു. ഓക്കെ, ഈ സംഭവം നടക്കുന്നത് ഡിസംബർ 16. നമ്മുടെ ഇത്തത്താന്റെ കയ്യിൽ ഒരു ടാറ്റു അടിച്ചിട്ടുണ്ട് റീസെന്റ് ആയിട്ട്. നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ? ഈ ഒരു വിരലിലായിട്ട് ഇവിടെ ആയിട്ട് ഒരു ടാറ്റു, F എന്ന് പറഞ്ഞിട്ടൊരു ടാറ്റു. നിങ്ങൾ എത്ര പേര് ശ്രദ്ധിച്ചായിരുന്നു? കാണിച്ചു തരാം. ഇത് ഡിസംബർ 26 ഇട്ട പോസ്റ്റ് ആണ്, വീഡിയോ ആണ്. റിപ്ലൈ ടു സം യൂട്യൂബേഴ്സ് എന്ന് പറഞ്ഞ അക്ബർ ഖാന്റെ ടിൻഡർ ഇഷ്യൂ വന്ന സമയത്ത് അന്നേരം നോക്കുവാണെങ്കിൽ ഇതാണ്ടേ ഒരു ടാറ്റു നിങ്ങൾക്ക് കാണാൻ പറ്റും, F എന്ന് പറയുന്ന ഒരു ടാറ്റു ഈ വിരലിലായിട്ട്. പക്ഷേ ഡിസംബർ 23 ഇട്ട വീഡിയോ അതിനകത്ത് നോക്കുവാണെങ്കിൽ ഈ 2 കൈയിലും ടാറ്റു ഇല്ല. കണ്ടല്ലോ, 2 കൈയും കണ്ടല്ലോ, 2 കൈയിലും ടാറ്റു ഇല്ല. ഡിസംബർ 26 ടാറ്റു ഉണ്ട്. ഈ വീഡിയോയ്ക്ക് ഇടയിൽ ഒരു 3 ദിവസത്തെ ഗ്യാപ്പ് ഉണ്ട്.
ആ ഗ്യാപ്പിൽ എപ്പോഴെങ്കിലും ആയിരിക്കണം ഈ ടാറ്റു അടിച്ചിട്ടുള്ളത്. മേ ബി 23-ന്റെ വീഡിയോ അതിന് മുമ്പ് എപ്പോഴെങ്കിലും എടുത്തതായിരിക്കണം, 26-ന്റെ വീഡിയോ അതിന് മുമ്പ് എപ്പോഴെങ്കിലും എടുത്തതായിരിക്കണം അല്ലേ? അപ്പം നമുക്ക് അസ്യൂം ചെയ്യാം ഡിസംബർ 26-ന് മുമ്പാണ് ഈ ഒരു ടാറ്റു അടിച്ചിരിക്കുന്നത്. ഈ 2 വീഡിയോ ഇടയിൽ എപ്പോഴാണ് ടാറ്റു അടിച്ചിരിക്കുന്നത്? ഡിസംബർ 16-ന് ലല്ലുവിന് ഒരു ഡാൻസ് വീഡിയോ അയച്ചു കൊടുക്കുന്നു. അതിന്റെ അടി വന്നിട്ട് ജലൻ കമന്റ് ഇടുന്നു, അതിന്റെ അടി വന്നിട്ട് തിത്ത കമന്റ് ഇടുന്നു മൈൻ എന്നും പറഞ്ഞിട്ട്. ആൻഡ് ഈ ടാറ്റു ഒന്ന് നമുക്കൊന്ന് ഡീകോഡ് ചെയ്യാം. ഇത് ശ്രദ്ധിച്ച് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും. എഫിന്റെ അടിയിൽ എന്തുവാടെ ഒരു വാല്. എഫ്, നിങ്ങൾ ആ എഫ് മാറ്റിയിട്ട് അതൊരു ജെ ആയിട്ടൊന്ന് കണക്കാക്കി നോക്കിയേ. എഫ് ജെ, എഫും ജെയും കൂടെ ചേർന്ന് ഒരു ടാറ്റു ആണ് അടിച്ചേക്കുന്നത്. ഓക്കെ, ആരാണ് അപ്പൊ ഈ ജെ? ഡയറിക്കകത്തൊരു ജെ ഉണ്ടായിരുന്നു, അതെന്തായാലും മറ്റേ പയ്യനല്ലെന്ന് ചാച്ചി പറയുന്നുണ്ട് ആണ് അടിച്ചേക്കുന്നത്. ഇതൊരുമാതിരി മറ്റേ തലക്കിട്ടുള്ള മഴുകൊണ്ടുള്ള അടിയായി പോയി അന്തു അടിച്ചത്. കാരണം ഈ ടാറ്റുവിൻ്റെ സീന് ഡെഫിനറ്റ്ലി ടാറ്റു അടിക്കുന്ന ആളുകൾക്കറിയാം. കപ്പിൾ ടാറ്റു എന്നൊക്കെ പറയുന്ന സമയത്ത് അത് എങ്ങനെയായിരിക്കും അടിച്ചിട്ടുണ്ടാവുക. അതിനൊരു പ്രത്യക്ഷത്തിൽ കാണുമ്പോൾ ചിലപ്പോൾ ഒരാൾക്ക് മനസ്സിലാവാത്ത രീതിയിൽ, പക്ഷേ അതിന് അവർക്ക് ഒരു സാധനം രണ്ടുപേര് തമ്മിൽ മനസ്സിലാക്കുന്ന ഒരു ഐറ്റം ആയിരിക്കും. ഈ ടാറ്റുവിൻ്റെ കേസ് ഇനി അതിനൊരു എക്സ്പ്ലനേഷൻ ഫസ്മിനെ കൊടുക്കേണ്ട ഒരു അവസ്ഥയാണ്. ഈ പറഞ്ഞ കമൻറ്റിന് റിപ്ലൈ ദാറ്റ്സ് എ നോർമൽ തിങ് എന്നൊക്കെ പറഞ്ഞ് പിന്നെയും വിടാം. ബട്ട് എഗെയിൻ ടാറ്റു, പിന്നെ ഈ സ്റ്റാറ്റസിലിടുന്ന വീഡിയോ ഫോട്ടോസ്, അതിനുള്ളൊക്കെ ഉത്തരം പറയാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഇവിടെ ഒന്നും നിൽക്കില്ല. ഇതിലിപ്പോൾ പുതിയൊരു ക്യാരക്ടർ, ഈ ജലാൻ എന്ന് പറഞ്ഞ ക്യാരക്ടറും കൂടി ഇതിനകത്തേക്ക് കയറി പോകുന്ന അവസ്ഥയിൽ പോയി. എന്തിന് നിർത്തിക്കൂടെ ഈ പരിപാടി? ഞാൻ സീരിയസ്ലി ചോദിക്കണം, ഇത് നിർത്താനായിട്ടില്ല. എന്തിന്? ഞാൻ ഈ വീഡിയോസ് ഇടുന്ന സമയത്തൊക്കെ ഒരുപോലെ പറഞ്ഞൊരു കാര്യമുണ്ട്, ഫസ്മിനോടാണെങ്കിലും ബാക്കിയുള്ളവരോടാണെങ്കിലും ഈ കേസിനകത്ത്, നിങ്ങൾ നിർത്ത്. ഇൻകം ഉണ്ടാക്കുക എന്നുള്ളത് ഓക്കെ, ബേസിക്കലി ഇൻകം വരണം, പൈസ വേണം എന്നൊക്കെ ഓക്കെ. പക്ഷേ പീസ് ഓഫ് മൈൻഡ് കൂടി ഒപ്പം വേണ്ടേ, സമാധാനം വേണ്ടേ? പൈസ മാത്രം വന്നാൽ മതിയോ? പൈസ കൊണ്ട് ഒരു പരിധി വരെ സമാധാനം നമുക്ക് ബൈ ചെയ്യാം. പക്ഷെ നമ്മുടെ കയ്യിലുള്ള പൈസേൻ്റെ അളവ് കുറഞ്ഞാലോ, നമ്മൾ ചെയ്യുന്ന പ്രവർത്തികൾ കൂടിപ്പോയാലോ നമുക്ക് ബൈ ചെയ്യാൻ പറ്റില്ല പിന്നെ സമാധാനം. മനസ്സിലായോ? അത് പിന്നെ ഈഗോ ആവും തമ്മിൽ, പേഴ്സണൽ ഗ്രഡ്ജ് വരും, കയ്യിൽ നിന്ന് പോവും, ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കറക്റ്റ് അല്ലാതെ ആവും. അങ്ങനത്തെയൊക്കെ വിഷയങ്ങൾ വരുന്ന സമയത്ത് പിന്നെ പീസ് എന്ന് പറഞ്ഞ സാധനം നമുക്ക് പൈസ കൊടുത്താലും നിൽക്കില്ല നമ്മളെ കയ്യിൽ. ഇതിപ്പോൾ കയ്യിൽ നിന്ന് പോയ അവസ്ഥയാണ്. ഫസ്മിനെങ്കിൽ കംപ്ലീറ്റ്ലി കയ്യിൽ നിന്ന് പോയി ഈ ഒരു ഐറ്റം. അതിൽ നല്ല രീതിയിൽ ലല്ലു ക്യാഷൻ ചെയ്തു. ഇതുകൊണ്ട് ഞാൻ പറയുമ്പോൾ ലല്ലു നല്ലവനാണെന്ന് ഞാൻ പറയുന്നില്ല. ലല്ലു എത്രത്തോളം നല്ലവനാണ് എന്നുള്ളത് എക്സ്പോസ് ആയതാണ്. ഇത് വെച്ചിട്ട് ലല്ലുവിനെ ആരും വെളുപ്പിക്കാൻ നിൽക്കണ്ട, ഞാനും അതിലേക്കില്ല. ഓക്കെ, പക്ഷെ ലല്ലു നല്ലവനല്ല എന്ന് പറയുമ്പോഴും ഫസ്മിനെ ചെയ്തത് ശരിയാന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ ഫസ്മിനെ ചെയ്ത കാര്യം ലല്ലുവിൻ്റെ കാര്യം ഫസ്മിനെ പറഞ്ഞത് എന്താണോ അത് വെച്ച് ഓഡിറ്റ് ചെയ്യുമ്പോൾ ഫസ്മിനെ ചെയ്തതും തെറ്റാണ്. തെറ്റ് തന്നെയാണ് ഫസ്മിന. അത് ആക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളത് ഇനി ഫസ്മിനയ്ക്ക് വഴിയുള്ളൂ. അല്ലാതെ ഇനി ഇതിൻ്റെ മുകളിൽ എന്ത് ചെയ്തിട്ടും ഇനി പോയി ലല്ലു വന്ന് ഇനിയും കുറേ കാര്യങ്ങൾ, ഇപ്പോൾ ലല്ലു ചെയ്ത കാര്യങ്ങളൊക്കെ എനിക്ക് പറയാം പേഴ്സണലി. ഓക്കെ, അവൻ തന്നെ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് അവൻ പൊട്ടയാണ്, ചീത്തയാണ്. അതോടുകൂടി അവൻ ഓക്കെ, അത് ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സൊസൈറ്റി എന്താ പറയുക, ഓൻ തന്നെ പറയുന്നുണ്ടോ ശരിയല്ല എന്നുള്ളത്. പക്ഷെ ഫസ്മിനേൻ്റെ കേസിൽ എന്താ, റിലേഷൻഷിപ്പിലാണെന്നുണ്ടെങ്കിൽ ആണ്, അതായത് ഞാൻ ഇന്ന കാരണം കൊണ്ടാണ്, ഇന്ന സമയത്താണ് എന്നുള്ളത് പറയേണ്ട ഒരു സ്പേസ് പോലും ഫസ്മിനെ സ്വന്തം ലൈഫിൽ വിട്ടിട്ടില്ല. കാരണം ആ രീതിയിലാണ് ഫസ്മിനെ പോർട്രേറ്റ് ചെയ്തത് ആളുകളുടെ മുന്നിൽ. ഞാനാണ് ദ ബെസ്റ്റ്. ലല്ലുവിനെ വെച്ച് നോക്കുമ്പോൾ ഐ എം പ്യുവർ, ഐ എം ബെസ്റ്റ്. അങ്ങനെ ഒരു നറേറ്റീവ് കൊണ്ടുവന്നുകൊണ്ടാണ് ഇപ്പോൾ അട്ടപടലം വിട്ടത്. അപ്പം ജെ ആരുടെ ജെ? അപ്പം നമുക്ക് ഉറപ്പിക്കാം, ജെ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് എവിടെ കാമുകനെന്നോ ഫ്ലിങ്ങെന്നോ ഒക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. കാര്യം ഉറപ്പിക്കാൻ പറ്റത്തില്ല, ഇവരുടെ ഒരു രീതി എങ്ങനെയാണെന്ന് നമുക്ക് അറിയത്തില്ലല്ലോ. അതുകൊണ്ട് ചിലപ്പോൾ ഈ കൊണ്ടു കിടക്കുന്ന പയ്യന്മാരെയൊക്കെ ചിലപ്പം ടാറ്റു കയ്യിലടിച്ച് വെക്കുമായിരിക്കും. കഴിഞ്ഞ വീഡിയോയിൽ ഇവിടെ ഒരു കാര്യം പറയാൻ നിങ്ങൾ ഓർക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. നവംബറിലാണ് ജിമ്മിൽ ജോയിൻ ചെയ്യുന്നതെന്ന്. ഇതേ ജിമ്മിലെ ട്രെയിനറാണ് ഈ ജലൻ എന്ന് പറയുന്ന പയ്യൻ. എന്നിട്ട് ഡിസംബർ വരെ റിലേഷൻഷിപ്പ് ഇല്ലായിരുന്നു എന്നും പറയുന്നു. എന്നാൽ ഡിസംബർ 20-ന്റെ തുടക്കത്തിലാണ് ഈ ഒരു ടാറ്റു കയ്യിൽ വരുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസംബർ 20-ന് മുമ്പ് എപ്പോഴും ഒരു റിലേഷൻഷിപ്പ് ആയിട്ടുണ്ട്. സെയിം ടൈമിൽ തന്നെ, അതേ ഡിസംബറിൽ തന്നെ ലല്ലുവിനെ കാണാൻ വേണ്ടിയിട്ട് ബാംഗ്ലൂരും പോയിട്ടുണ്ട്. അതുപോലെ തന്നെ തൊടുപുഴയിൽ ലല്ലുവും വന്ന് കണ്ടിട്ടുണ്ട്. ലല്ലുവായിട്ടും ആ സമയത്ത് കോൺടാക്ട് ഉണ്ട്. അതിന്റെ ചാറ്റൊക്കെ ഇന്ന് തന്നെ വീഡിയോയ്ക്കകത്ത് പുറത്തു വിട്ടതാണ്, നിങ്ങൾ കണ്ടല്ലോ ഓൾറെഡി. ഇനി ഞാൻ കുറച്ച് ഫോട്ടോസ് കാണിക്കാം ഗൈസ്. ബ്ലർ ചെയ്തിട്ടുണ്ടാവും. കഴിഞ്ഞ വീഡിയോയിൽ ഇവള് വന്നിട്ട് പറയണ്ടായിരുന്നു, എന്തെങ്കിലും ഇങ്ങനെയുള്ള ഫോട്ടോ നിങ്ങളുടെ കയ്യിൽ കിട്ടുവാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും അതങ്ങ് പുറത്ത് വിട്ടോളാൻ, ഒരു കുഴപ്പമില്ലെന്ന്. പക്ഷെ ഫേസ് വെച്ച് കഴിഞ്ഞാൽ പ്രൈവസി കംപ്ലൈന്റ് വരെ തരും. അതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ പുറത്ത് വിട്ടേനെ. ടാറ്റൂഡ് ഫോർ എവർ FJ
ഈ ടാറ്റു നിങ്ങൾ എവിടെങ്കിലും കണ്ടിട്ടുണ്ടോ ഗൈസ്? ഈ ടാറ്റു നിങ്ങൾ എവിടെങ്കിലും കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല. കുറച്ചു മുമ്പേ കണ്ട ഈ സെയിം സാധനം അതേ കൈ നമ്മുടെ ജയാണ് കൈ പിടിച്ചേക്കുന്നത്. ഇനി അടുത്തത്, ഈ മസിൽ കണ്ടാ മനസ്സിലാവത്തില്ലയോ ഇത് ആരാണെന്ന്? ഇനി ഞാൻ പറഞ്ഞു തരണോ? കൂടുതൽ ഞാൻ പറഞ്ഞു തരണോ? ഈ മസിൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കി കൂടെ ആരാണെന്ന്? 20 വയസ്സ് മാത്രം പ്രായമുള്ള പിഞ്ച് കുഞ്ഞ്. എടി നാണം ഉണ്ടോ നിനക്ക്? നാണം, ഉളുപ്പ്. ഇതും പോരാങ്കിൽ ഞാനൊരു ബ്ലർ ചെയ്ത് ഇതൂടെ ഇട്ട് തരാം. നിഴല് വെച്ച് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ മനസ്സിലാക്കിക്കോ. ഇതും പോരാ, ഇത് നിനക്ക് പോരാ. ഇതും പോരാ, ഇതൂടെ പിടിച്ചോ കാറിനകത്ത്. ഇത്രയും തെളിവ് മതിയോ? ഇനിയും നീ പറ അവനുമായിട്ട് നിനക്ക് യാതൊരു ബന്ധവും ഇല്ലെന്ന്. അവനുമായിട്ട് യാതൊരു ബന്ധമില്ലെന്ന് നീ പറ. നീ പറഞ്ഞിട്ട് പോണം. നീ ഇത് കാണുന്ന നിനക്ക് എന്താ മനസ്സിലാവുന്നേ? നീ ആരെയാ പറ്റിക്കാൻ നോക്കുന്നത്? ഇവൾ ഇൻസ്റ്റാഗ്രാമിൽ ഫെബ്രുവരി 14 വാലന്റൈൻസ് ഡേക്ക് ഇട്ട ഒരു സ്റ്റോറിയാണ്. ഈ സ്റ്റോറി നിങ്ങൾ ആരും കണ്ടിട്ടുണ്ടായിരിക്കത്തില്ല, പക്ഷെ കണ്ടവരുണ്ട്. അവർക്കിപ്പോ കാര്യം പിടികിട്ടി ഇത് എങ്ങനെ എന്റെ കൈ വന്നെന്ന്. എന്റെ പൊന്നുമോളെ, നീ ആ റൂട്ട് പിടിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ, അങ്ങോട്ട് നീ അന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ, അവിടുന്ന് എന്തെങ്കിലും ഒരു റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ, ഇതിന്റെ അപ്പുറം നീയൊക്കെ കാണിക്കുന്ന ഈ തുണ്ട് വീഡിയോ അതൊന്നും എൻ്റെ കയ്യിൽ ഇല്ല. അങ്ങനെയുള്ള പരിപാടി ഞാൻ ചെയ്യത്തുമില്ല. നീ മറ്റേ തുണ്ട് വീഡിയോ പുറത്തുവിടുന്നത് അങ്ങനെയുള്ള സാധനങ്ങൾ എനിക്കൊന്നും വേണ്ട. നീ ഇപ്പൊ എക്സ്പോസ് ആയതിനേക്കാളും കൂടുതൽ ഞാൻ എന്നെ എക്സ്പോസ് ചെയ്യും. 17ാമത്തെ വയസ്സിലുള്ള കുറെ ഐറ്റംസ് ഒക്കെ മോടെ ചരിത്രം ഉണ്ടല്ലോ, അതൊക്കെ എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. ഡിസംബർ വരെ ഇവക്ക് റിലേഷൻഷിപ്പ് ഒന്നും ഉണ്ടായിരുന്നില്ലെന്ന് ഈ വാലന്റൈൻസ് ഡേക്ക് ഇട്ട ഫോട്ടോയുടെ അടിയിൽ എഴുതി വെച്ചേക്കുന്ന വായിച്ചു നോക്കിയേ. ഹാപ്പി വാലന്റൈൻസ് ഡേ, ഹാപ്പി 4 months സുട്ടു. ഫെബ്രുവരി 14 4 മാസം ആയെങ്കിൽ ഇവൾ എന്ന് മുതൽ ഇവനുമായിട്ട് ഒരു ബന്ധം ഉണ്ടായിരിക്കും? ഒരു പ്രണയമൊന്നും ഞാൻ പറയത്തൊന്നുമില്ല. ഓക്കെ, ഇവർ തമ്മിൽ ഒരു ബന്ധം 4 മാസമായിട്ടുണ്ടെന്ന് പറയുമ്പോഴത്തേക്ക് ഫെബ്രുവരി 14 തൊട്ട് ബാക്കിലോട്ട് ഒരു 4 മാസം നോക്കുവാണെങ്കിൽ ഒക്ടോബർ 14 തൊട്ട് യവനുമായിട്ട് ഒരു ഇതുണ്ട്. എന്തൊരു കള്ളമാണ് മോളെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ജലാൻ വിഷയത്തിൽ അനന്തുവിൻ്റെതായിട്ടുള്ള ഇത് ഫൈൻഡിങ്സ് എന്ന് പറയേണ്ട കാര്യമില്ല. ഇതൊക്കെ എന്താ പറയുക, നമ്മൾ വീഡിയോ ഇടുമ്പോൾ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളൊരു വിഷയത്തിൽ സംസാരിക്കുമ്പോൾ നമ്മൾ ആ വിഷയത്തിൽ നമ്മൾ തന്നെ ഇതിൻ്റെ മുമ്പോ അല്ലെങ്കിൽ ഇപ്പോഴോ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതേ പ്രവർത്തി പേഴ്സണൽ ലൈഫിൽ. പക്ഷേ അത് വീഡിയോയിലിടുമ്പോൾ നമ്മൾ ഏറ്റവും പവിത്രമായിട്ടുള്ളൊരു വ്യക്തിയാന്ന് പറഞ്ഞിട്ട് സംസാരിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ഇത് കാണുന്നവർക്ക് ചിലപ്പോൾ കുരുവൊട്ടും. അവരെന്ത് ചെയ്യും? ഓക്കെ, ഇവനിങ്ങനെ പറഞ്ഞു, എന്നാ പിടിച്ചോ ഇവൻ്റെ കുറച്ച് സാധനങ്ങൾ, അങ്ങനത്തെ ഒരു ഐറ്റം ഇതിനകത്ത്. പിന്നെ എന്താ പറയുക, നിങ്ങൾ പേഴ്സണലി വേദനിപ്പിച്ചവരും ദേഷ്യപ്പെടുത്തിയവരും ഉണ്ടാവും. ദേഷ്യപ്പെട്ട് അല്ലെങ്കിൽ വേദനിപ്പിച്ച് പേഴ്സണലി പോയിട്ട് അറ്റാക്ക് ചെയ്ത ആളുകളൊക്കെ ഒരു ടൈം നോക്കിയിരിക്കും ചിലപ്പോൾ എടുത്തിട്ട് അടിക്കാൻ. അപ്പോൾ എന്ത് ചെയ്യും? നിങ്ങൾക്ക് ഓപ്പോസിറ്റ് ആരാ നിൽക്കുന്നത് അവർക്ക് എടുത്ത് പോയി കൊടുക്കും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ. ഡിജിറ്റൽ വേൾഡിലേക്ക്, ഈ പറഞ്ഞ സൈബർ സ്പേസിലേക്ക് ഇങ്ങനത്തെ സാധനങ്ങൾ കൊണ്ടുവരുമ്പോൾ നിങ്ങൾ മേക്ക് ഷുവർ ചെയ്യണം നിങ്ങൾക്ക് എതിരെ വരുന്ന സാധനങ്ങൾ നിങ്ങൾക്ക് പ്രോപ്പറായി ഡിഫെൻഡ് ചെയ്യാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളത്. ഓക്കെ, നേരത്തെ പറഞ്ഞ പോലെ ഫസ്മിനിയോട് ചോദ്യം ചോദിക്കുമ്പോൾ വീണ്ടും ലല്ലുവിൻ്റെ അപരാധവും കുൽസിതവും എടുത്ത് പുറത്തിട്ടിട്ട് നോ യൂസ്, ഒരു കാര്യമില്ല. കാരണം അവൻ അങ്ങനെയാണ് എന്നും അവൻ അതാണ് എന്നുള്ളതും അവനും ആക്സെപ്റ്റ് ചെയ്തു, കാണുന്ന ആളുകളും ആക്സെപ്റ്റ് ചെയ്തു. പക്ഷെ അവൻ അങ്ങനെയാണ് എന്ന് കാണിക്കുന്ന ഫസ്മിനെ എപ്പോഴും പറഞ്ഞു വെച്ചിരുന്ന എന്താ, ഫസ്മിനൊക്കെ ഇങ്ങനത്തെ റിലേഷൻഷിപ്സ് ഇല്ല, ഫസ്മിൻ ഇതൊന്നും ചെയ്യാത്ത ഒരാളാണ്, ഇതാണല്ലോ പറഞ്ഞു വെച്ചിരുന്നത്. അപ്പം അങ്ങനത്തെ ഒരു സാഹചര്യം വരുമ്പോൾ എഗെയിൻ ഞാൻ പറയുന്നു, ഫസ്മിനൊക്കെ ഇതിന് ഉത്തരം പറയേണ്ട ഒരു സിറ്റുവേഷനിലേക്ക് ഫസ്മിനെ വന്നു നിന്നത് ഈ പറഞ്ഞ അവൻ പൊട്ട ഞാൻ നല്ലത് എന്നുള്ളത് ആളുകൾക്ക് എത്തിച്ചിട്ടാണ്. അല്ലെങ്കിൽ പിന്നെ പറയണമായിരുന്നു അവൻ ചെയ്തത് കൊണ്ട് ഞാനും ചെയ്തിട്ടുണ്ട്, പക്ഷേ ഞാൻ ചെയ്തതെന്ന് പറഞ്ഞാൽ എനിക്ക് അടുത്തൊരു ഓപ്ഷൻ എനിക്ക് ലൈഫിൽ വേണം തോന്നിയപ്പോൾ ഞാൻ എടുത്തതാണ്. പക്ഷെ അവൻ അങ്ങനെയല്ല, അവൻ മറ്റേ തേൻ കുടിക്കുന്നു പരാഗണം എന്ന് പറഞ്ഞിട്ട് പോയ ഈ തേനീച്ച പോണ മാതിരിയാണെന്നുള്ളത് പറഞ്ഞിട്ട് വേണം ഇതൊന്നും ചെയ്യാൻ. അപ്പോൾ സ്വന്തമായിട്ട് ഞാൻ ദ പ്യുവർ ബെസ്റ്റാന്ന് പറഞ്ഞിടത്താണ് ഇവിടെ ഫസ്മിനയ്ക്ക് പാളിപ്പോയെന്നാണ് എനിക്ക് തോന്നുന്നത് പേഴ്സണലി. ആൻഡ് വീഡിയോനകത്ത് എഗെയിൻ ഞാൻ ആ കംപ്ലീറ്റ് വീഡിയോ വെക്കുന്നില്ല, കാരണം എനിക്ക് ആ വീഡിയോയിൽ റെലവൻ്റ് ആയിട്ട് ഒന്നും തോന്നുന്നില്ല. ആകെ തോന്നിയത് ആ ഡ്രഗ് ടെസ്റ്റിൻ്റെ സാധനമാണ്. ആ ഡ്രഗ് ടെസ്റ്റിൻ്റെ സാധനം എഗെയിൻ എനിക്ക് പേഴ്സണലി ഡ്രഗ് ടെസ്റ്റ് കഴിഞ്ഞതിന് ശേഷം ഫസ്മിനെ അത് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഫസ്മിനോട് പറഞ്ഞൊരു കാര്യം, എന്നോട് തെളിയിക്കേണ്ടയോ പറയേണ്ട കാര്യമില്ല, ജനങ്ങളത് കണ്ട് മനസ്സിലാക്കുകയാണെങ്കിൽ ആക്കട്ടെ. ഓക്കെ, ഇനി അതും കൂടുതൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ടെസ്റ്റിലേക്ക് പോകണം എന്നാണെന്നുണ്ടെങ്കിൽ ഓക്കെ, അപ്പോൾ ഹെയറൊക്കെ എടുത്തിട്ടുള്ള ടെസ്റ്റുകളുണ്ട്, അതിലൊരു വർഷത്തിനുള്ളിൽ നിങ്ങൾ എന്തെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനത്തെ ടെസ്റ്റുകളിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങളോട് ആരെങ്കിലും ചോദിച്ചാലോ അല്ലെങ്കിൽ ലല്ലു വന്നാലും നിങ്ങൾ ചെയ്തോ, ഒരു വിഷയമല്ല, നിങ്ങൾ ചെയ്തോ. അതിനി ആളുകളുടെ അടുത്തേക്ക് എത്തിച്ച് അവരത് ഏത് രീതിയിൽ എടുക്കും ഇല്ല എന്നുള്ളതൊക്കെ ആളുകളുടെ മൂഡ് അനുസരിച്ചിരിക്കും, അല്ലെങ്കിൽ അവർക്ക് കൺവേ ആവുന്ന കാര്യം അനുസരിച്ചിരിക്കും.
ഞാനൊരു സാധനം ഇപ്പോൾ എനിക്കെതിരെ ജിൻഡോ വന്നിട്ട് സായി ലഹരിയാണെന്ന് പറഞ്ഞു, അവൻ ലഹരി ഉപയോഗിക്കുന്ന ഒരുത്തനാന്ന് പറഞ്ഞു. എനിക്ക് എവിടെയും ഒരു വീഡിയോയിലും കൂടി വന്നിരുന്ന് പറയേണ്ട അവസ്ഥ അല്ലെങ്കിൽ ആവശ്യം വന്നില്ല. ഞാൻ ആകെ 1-2 മീഡിയാസിനോട് മറ്റേ നീലക്കുയിൽ പച്ചക്കുയിൽ ടീംസിനോടാണ് പറഞ്ഞത്, ഐ എം റെഡി ഫോർ എനിത്തിങ്, വന്നോ എടുത്തോ പോയിക്കോ, എൻ്റെ അയാളെയും വിളിച്ചോ, അല്ലെങ്കിൽ നിങ്ങൾ എന്നെ കൊണ്ടുപോയിക്കോ. വല്ല പാൽപ്പൊടിയോ പാലോ കട്ടൻ ചായയോ ഹോർലിക്സോ ബൂസ്റ്റോ കിട്ടുന്നല്ലാതെ നിങ്ങൾക്ക് വേറെ ഒന്നും കിട്ടാൻ പോകുന്നില്ല. ഇനി ഒന്നും കൂടി പിഴിഞ്ഞാൽ ചിലപ്പോൾ പെപ്സി കിട്ടും, അല്ലെങ്കിൽ വല്ല BCAA കിട്ടും. അപ്പോൾ നമ്മൾ ജീവിക്കുന്ന സറൗണ്ടിങ്ങിൽ ആളുകൾക്ക് കിട്ടുമേ. ഇപ്പം ഞാൻ ഓപ്പണായിട്ട് വന്നിരുന്ന് ഞാൻ പറയുകയാണ്, ഞാൻ ഇതൊന്നും ഉപയോഗിക്കാത്ത ഒരാളാണ്, ഞാൻ ഉപയോഗിക്കുന്നില്ല, ഞാൻ അല്ലെങ്കിൽ ചെയ്യുന്നില്ല എന്ന് ഞാൻ പറഞ്ഞിട്ട് പോകുമ്പോൾ ഐ ഷുഡ് ബി ലൈക്ക് വെരി ഷുവർ. ഇപ്പം എൻ്റെ എതിരെ അങ്ങനെ ഒരാളൊരു അലിഗേഷൻ പറഞ്ഞു, ഞാൻ ഓപ്പണായിട്ട് അയാളെ ചലഞ്ച് ചെയ്തു. ഈ ജിൻഡോൻ്റെ അടുത്തേക്ക് ആരും എൻ്റെ എന്തുകൊണ്ട് ചെന്നിട്ടില്ല, സായിദ ഇൻ്റെ ഒപ്പം ഇരുന്ന് ലഹരി ഉപയോഗിച്ചു, അല്ലെങ്കിൽ ഇൻ്റെ ഒപ്പം ഇരുന്ന് അങ്ങനെ ചെയ്തു, ഒന്നും പറഞ്ഞിട്ടില്ല. ഉണ്ടെങ്കിൽ അതൊക്കെ വരുമായിരുന്നു വന്ന്. എൻ്റെ എതിരെ എത്രയോ ആൾക്കാരെ അങ്ങനത്തെ ലഹരിയാണ്. കാരണം എൻ്റെ ലുക്ക് കാണുമ്പോഴേ, താടിയും മുടിയും ടാറ്റൊക്കെ കാണുന്ന സമയത്ത് ലഹരിയാന്ന് പറഞ്ഞ് ആദ്യം എൻ്റെ പണ്ട് മുതലേ ഇതുള്ളതാണ്. എനിക്ക് ആ നാട്ടിൽ നിന്നൊക്കെ ഒരുപാട് കേട്ടിട്ടുള്ള. പിന്നെ എന്തായി, നാട്ടുകാർക്ക് മനസ്സിലായി. ഒരു പാൻ പരാഗ് പോലും ഞാൻ തിന്ന ഒരു മനുഷ്യനും കണ്ടിട്ടുണ്ടാവില്ല. അപ്പം അങ്ങനത്തെ ഒരു അതായത് നമ്മളെ ചുറ്റുപാടുള്ളവർ പറയണം നമ്മളെക്കുറിച്ച്. ഇനി നമുക്കിങ്ങനെ പ്രൂവ് ചെയ്യാനാണെങ്കിൽ നമുക്കത് കൊണ്ടുവരാം, എന്നിട്ട് നാട്ടുകാർക്ക് ഇട്ട് കൊടുക്കാം, എന്താ പിടിച്ചോ, മനസ്സിലായോ? അപ്പോൾ അത് ആക്സെപ്റ്റ് ചെയ്യായിരിക്കും. നിങ്ങളെ പാർട്ട് ചെയ്തു, ഡ്രഗ് ടെസ്റ്റിൻ്റെ പാർട്ട് ഫസ്മിനെ ചെയ്തു. ഫസ്മിനയുടെ ഇനിയും സംശയങ്ങളുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ഫസ്മിന തന്നെ പറയുന്നുണ്ട് ഡ്രഗ് ടെസ്റ്റിന് ഇനിയും റെഡിയാണെന്നുള്ളത്. അപ്പോൾ ആ സംശയമുള്ളവർ ഇനിയും പോയിട്ട് ഡ്രഗ് ടെസ്റ്റ് ചെയ്യിക്കണമെങ്കിൽ നിങ്ങൾ ചെയ്യിച്ചോ, അല്ലെങ്കിൽ ലല്ലുവിൻ്റെ ഒപ്പം പോയിട്ട് ലല്ലുവിന് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്തോ. പക്ഷെ ക്ലാരിറ്റി അല്ലെങ്കിൽ ഈ പറഞ്ഞ ഒരു രീതിയിലും എക്സ്പ്ലനേഷൻ, ഒരു സോളിഡ് എവിഡൻസോ സാധനങ്ങളോ ഒന്നും ഇല്ലാതായിപ്പോയത് എഗെയിൻ ഡയറിയുടെ കേസാണ്. മനസ്സിലായില്ലേ? ജവാനും ജോയിൻറ്റും എന്നുള്ള രീതിക്ക് എഴുതി വെച്ചതിൽ ആ ഭാഗം സ്ലിപ്പ് താന്നിരിക്കുകയായിരുന്നു. ആ സ്ലിപ്പ് പൊക്കി നോക്കുമ്പോഴാണ് അതിൻ്റെ ഉള്ളിൽ മറ്റേ കുറച്ച് ആളുകൾ ഫ്രണ്ട്സിൻ്റെ പേരില്ല, അവരെ ഫ്രണ്ട്സിൻ്റെ പേര് പറയാൻ താല്പര്യമില്ല, അവരാണ് അടിച്ചത്, ഞാൻ അടിച്ചില്ല എന്നാണ് ഫസ്മിന് ഈ ജവാൻ്റെയും ജോയിൻറ്റിൻ്റെയും കാര്യത്തിൽ എക്സ്പ്ലനേഷനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അതൊക്കെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ എത്ര പേർക്ക് വിശ്വസിക്കാം എന്നുള്ളതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും നമ്മൾ പറയുന്ന എല്ലാ കാര്യങ്ങളും നാട്ടുകാർ വിശ്വസിക്കണം എന്നുള്ളത്, അല്ലെങ്കിൽ അത്രത്തോളം തെളിവുകൾ വെച്ച് തന്നെ പോകണം. അപ്പോൾ നമ്മളെ പാർട്ടി ചെയ്തിട്ട് പോകാന്നുള്ള രീതിക്ക് മാത്രമേ ഇനിയിപ്പോൾ അതിൽ പറയാനുള്ളൂ. പിന്നെ ഈ IPLൻ്റെ കാര്യവും ബാക്കി കാര്യങ്ങളൊന്നും എഗെയിൻ ഇതിനകത്ത് പറഞ്ഞില്ല. വെരി പേഴ്സണലാണ്, പറയണോ വേണ്ടെന്നുള്ളത് നിങ്ങളുടെ താല്പര്യമാണ്, നിങ്ങളുടെ ഇഷ്ടമാണ്. ബട്ട് എഗെയിൻ അപ്പുറത്തെ സൈഡിൽ ഒരാളുടെ എല്ലാ ഫോട്ടോയും വീഡിയോയും എടുത്തിട്ടുണ്ട് ഫസ്മിനെന്ന്. ഈ ഒരു വീഡിയോനകത്ത് ഞാൻ നോക്കുമ്പോൾ ലല്ലുവിൻ്റെ എല്ലാം അവൻ്റെ എന്താ പറയുക, അണ്ടർവെയറിനകത്ത് കൈയിട്ട് നിൽക്കുന്ന ഐറ്റം വരെ എടുത്ത് പുറത്തിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇപ്പോൾ ലാസ്റ്റ് ചെയ്തത്. അത്രയും ആ ഒരു സൈഡിൽ അവനെ അത്രത്തോളം അവൻ ഓൾറെഡി ഇല്ല. ആ ചേങ്ങായി അത്രയും ചേടയാന്നു. അവൻ്റെ ലൈഫ് അത്രത്തോളം ഇങ്ങനെയാണെന്നുള്ള ഓനും ആക്സെപ്റ്റ് ചെയ്ത് ഓനും പറഞ്ഞു. അതിനുശേഷം വീണ്ടും അടി. പക്ഷെ ഇപ്പുറത്തെ സൈഡ് 0 ആണ്. അപ്പോൾ അതെന്താ പറയുക, വീണ്ടും ലല്ലുവിനെ ഈ പൊട്ടയാണ്, ഇവൻ ശരിയല്ല, ഇവൻ ഭൂലോക വൃത്തികെട്ടവനാന്നുള്ളത് പറയുന്നവർ പോലും പിന്നെ എന്ത് പറയുന്നറിയോ, ഓൻ അറ്റ്ലീസ്റ്റ് അത് സമ്മതിച്ചല്ലോ ചെയ്യുന്നത്, ഈ എന്ത് കാണിച്ചു എന്നുള്ള ചോദ്യം വീണ്ടും ചോദിച്ചിട്ട് വരും. കാരണം ഇപ്പുറത്ത് കുറേ സാധനത്തിന് ഉത്തരമില്ല, കുറേ സാധനം പേഴ്സണലാന്ന് പറയുന്നു. അപ്പോൾ മറ്റോ പറയണം എനിക്കത് പേഴ്സണലാന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഈ ലല്ലുവിൻ്റെ സാധനങ്ങൾ ഫസ്മിൻ്റെ അടുത്ത് പുറത്തിട്ടു, ഫസ്മിനേൻ്റെ അടുത്ത് സാധനങ്ങൾ എടുത്തിട്ട് അനന്ത് പുറത്തിടുമ്പോൾ അനന്തുവിന് സ്ട്രൈക്ക് കൊടുക്കാൻ പോയിട്ടോ, അനന്തുവിൻ്റെ വീഡിയോയ്ക്ക് പ്രൈവസി ഇഷ്യൂ കൊടുക്കാൻ പോയിട്ടോ കാര്യമുണ്ടോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ലല്ലു ഫസ്മിനയ്ക്ക് ഈ പറഞ്ഞ രീതിയിൽ സ്ട്രൈക്കും പ്രൈവസി പോളിസിയും തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തായിരുന്നു അവസ്ഥ? ഒരു സൈഡിൽ ഒരാളെ എക്സ്പോസ് ചെയ്ത് തുടങ്ങുമ്പോൾ നമുക്കെതിരെ ഒരു എക്സ്പോസ് അല്ലെങ്കിൽ നമുക്കെതിരെ അലിഗേഷൻ വരുമ്പോൾ അത് സ്ട്രോങ് ആയിട്ട് ഡീൽ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് നമ്മുടെ ക്രെഡിബിലിറ്റിയുടെ ഏറ്റവും വലിയ മാറ്റർ. അപ്പം പ്രഗ്നൻസീൻ്റെ സാധനം ഒരു പരിധി വരെ അങ്ങനെ ഡീലായി. പക്ഷേ ഈ ഡയറിയുടെ കേസിൽ ഇപ്പോഴും ക്ലാരിറ്റി ഇല്ല. ആകെ ഡ്രഗിൻ്റെ സാധനം മാത്രമാണ് ക്ലിയർ ക്ലാരിറ്റിയിൽ കിട്ടിയത്. മറ്റതൊക്കെ ഇപ്പോഴും ചോദ്യചിഹ്നമായിട്ട് നിൽക്കുമ്പോൾ അനന്തുവിൻ്റെ അടി അപ്പുറത്തുനിന്ന് ജലാൻ ആരാ, ജയ ആരാ, ടാറ്റു എല്ലാം കൂടി ഇതാ അടക്കുന്നതല്ലേ. മതിയായില്ലേ? ഇനിയെങ്കിലും നിർത്ത് പ്ലീസ്, റിക്വസ്റ്റാണ് നിങ്ങളോടൊക്കെ. ഇല്ലെങ്കിൽ നിങ്ങളൊക്കെ മക്കളെ നിങ്ങളെ പേഴ്സണൽ ലൈഫ് പോകും. ഇത് സഫേനോടും ലല്ലുവിനോടും ഈ പറഞ്ഞ ഫസ്മീനോടൊക്കെ പറയാനുള്ളത്, നിങ്ങളുടെ പേഴ്സണൽ ലൈഫ് ഇത് വലിയ സുഖമുള്ള പരിപാടിയൊന്നും ആയിരിക്കില്ല. ഓക്കെ, പിന്നെ നിങ്ങളുടെയൊക്കെ
കുടുംബങ്ങളും ഇതിനകത്ത് ഭയങ്കരമായിട്ട് സഫറിങ് ആണ്, അവരും പെട്ടുപോകും. പിന്നെ വീഡിയോ ചെയ്യുന്ന നമ്മളുള്ള പോലെയുള്ള ആളുകൾക്ക് ഞങ്ങൾക്കിത് വെറും അരി മേടിക്കാനുള്ളൊരു കോണ്ടൻറ്റാണ്. പിന്നെ ഈ പേഴ്സണലി അറ്റാക്ക് വരുമ്പോൾ നമ്മളിത് പേഴ്സണലാക്കി എടുത്തിട്ട് വീണ്ടും നമ്മളും തപ്പിപ്പിടിച്ചിറങ്ങും. മനസ്സിലായോ? അതിലേക്കൊന്നും കാര്യങ്ങൾ ഇനി പോകണ്ട, എന്തായാലും കഴിഞ്ഞു, എക്സ്പോസ്ഡായി. ഈ ലൂപ്പിലുള്ള എല്ലാവരും എക്സ്പോസ്ഡായി. വിട്, ഇനി ഒഴിവാക്കിയിട്ട് ഒരു സൈഡായിട്ട് പോ, പുതിയ എന്തെങ്കിലും കണ്ടന്റ് ഞാൻ ഇട്ടിട്ട് പോ. ലല്ലുവിൻ്റെ വഴിക്ക് എന്തെങ്കിലും കല്യാണം കഴിക്കുക, അല്ലെങ്കിൽ കോഴിത്തരമായിട്ട് പോട്ടെ. ഫസ്മിനെ ഇഷ്ടപ്പെട്ടവൻ്റെ ഒപ്പം പോട്ടെ. സഫേൻ്റെതായിട്ടുള്ള പേഴ്സണൽ ലൈഫ് കൊണ്ടുപോട്ടെ. മെഹനാസിൻ്റെ വഴിക്ക് പോട്ടെ. മതി, ഈ ലൂപ്പ് എൻ്റെ ആക്കുക നിങ്ങൾക്ക് നല്ലത്.